യേശുക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ കുരുത്തോല വിതരണവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. കഴുതപ്പുറത്തേറി വന്ന യേശുക്രിസ്തുവിനെ ജനം രാജകീയ പദവികളോടെ വരവേറ്റതിന്റെ അനുസ്മരണമായാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. യേശുദേവന്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിക്കുന്ന പീഡാനുഭവ വാരത്തിനും തുടക്കമായി. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലുകളുമായി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ഇതോടെ വിശുദ്ധവാരത്തിനും തുടക്കമായി. യേശുവിനെ ഒലിവുമരച്ചില്ലകൾ വീശി ജെറുസലേമിൽ ജനസമൂഹം വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കുകയാണ് കുരുത്തോല പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ. കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും വചന സന്ദേശം ഉൾപ്പെടെയുള്ള ശുശ്രൂഷകളാണ് വിവിധ ദേവാലയങ്ങളിൽ നടന്നത്. ഓശാന ആചരണത്തോടെ ക്രൈസ്തവർ 50 നോമ്പിന്റെ അവസാന വാരത്തിലേക്ക് കടക്കും. ഇനിയുള്ള ദിവസങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകൾ നിറഞ്ഞതാണ്. വ്യാഴാഴ്ച പെസഹ ആചരണവും വെള്ളിയാഴ്ച ദുഃഖവെള്ളിയും കഴിഞ്ഞാൽ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷത്തോടെ വിശുദ്ധവാരം സമാപിക്കും. ഉഴവൂർ സെന്റ് സ്റ്റീഫൻ ഫെറോന പള്ളിയിൽ കുരുത്തോല വിതരണവും തിരുക്കർമ്മങ്ങളും നടന്നു. പള്ളി വികാരി അലക്സ് ആക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും ഉയിർപ്പിനെയും അനുസ്മരിക്കുന്ന ഈ കാലഘട്ടം വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കുരുത്തോല പെരുന്നാൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഓശാന ആഘോഷം വിനയത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. കഴുതപ്പുറത്ത് ജെറുസലേമിലേക്കുള്ള ക്രിസ്തുവിന്റെ പ്രവേശം രാജകീയതയ്ക്ക് പകരം വിനയത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്നാണ് വിശ്വാസം. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.